ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ടെക്നോമെട്രി. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 125ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ആദ്യം 4ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ 1.75 meters tall standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. From the top of the tower he sees it at an elevation of 50 degree. Calculate the heights of the tower and the hill. 1.75 മീറ്റർ നീളമുള്ള ഒരാൾ ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു കുന്നിൻ്റെ ഒരു മലയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 60 ഡിഗ്രി മേൽക്കോണിലും ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 50 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. ഈ ഹില്ലിൻ്റെയും ടവറിൻ്റെയും ഉയരം കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫിഗർ വരച്ചു. അതുപോലെ ഈ അകലം ഇത് 40 മീറ്റർ 40 മീറ്റർ. അപ്പോൾ ഇവിടെ 40 മീറ്റർ, ഇതും 40 മീറ്റർ ആയിരിക്കും. ക്യു ഡി അല്ലെങ്കിൽ ഡി ക്യു എന്ന് പറയുന്നതാണ് ഹില്ലിൻ്റെ ഉയരം. അപ്പോൾ നമുക്കിവിടെ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി അയാളുടെ നോക്കുന്ന ലൈൻ ഇവിടെ ആയിരിക്കും. അയാളുടെ ഉയരം ഇത് 1.7 ആയിരിക്കും, 5 മീറ്റർ 1.75 മീറ്റർ ആണ്. ഇതും 1.75 മീറ്റർ 1.75 മീറ്റർ. നമുക്ക് ഈ ആളുടെ ഹൈറ്റ് ഇല്ലാതെ ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം ആളുടെ ഹൈറ്റ് അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ടവറിൻ്റെ മുകളിൽ നോക്കുന്നത് 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രി ആംഗിൾ. ഇനി ഇവിടെ നോക്കുന്നത് 60 ഡിഗ്രി ആംഗിളാണ്. ഇനി ആദ്യം നമ്മളിവിടെ എ പി ക്യു എന്ന ഈ ട്രയാങ്കിൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. ഈ എ പി എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. നമുക്കതിൽ നിന്നും പി ക്യു കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പി ക്യു ആണ്. അപ്പോൾ പി ക്യു ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സി ഡി ആണ്. അപ്പോൾ ടാൻ 60ൻ്റെ വാല്യൂ 1.7321 ഈക്വൽ ടു പി ക്യു ഡിവൈഡ് ബൈ സി ഡിയുടെ ലെങ്ത്. സി ഡി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എ പി എന്ന് എടുത്താലും കുഴപ്പമില്ല. അത് 40 മീറ്റർ ആണ്. 40 മീറ്റർ. അപ്പോൾ 1.7321 ഇൻറ്റു 40 ഈക്വൽ ടു പി ക്യു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പി ക്യു ഈക്വൽ ടു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 69.28 മീറ്റർ എന്ന് കിട്ടുന്നു. നമുക്ക് പി ക്യുവിൻ്റെ ലെന്ത് കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഹില്ല് നമുക്കിവിടെ എഴുതി വെക്കാം. അതിൻ്റെ കൂടെ ഈ ആളുടെ ഉയരം ഈ 1.75 കൂടെ കൂട്ടിയാൽ, കാരണം ഇവിടെ നിന്നാണ് ആൾ നോക്കുന്നത്, ഇവിടെയാണ് നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഈ പോയിന്റ് നിന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ തറ മുതൽ നോക്കുമ്പോൾ അയാളുടെ ഉയരം കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ ഈ 1.75 കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഡി ക്യൂ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഹില്ല് കിട്ടും. അപ്പോൾ ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ ഇസ് ഈക്വൽ ടു 69.28 പ്ലസ് ആളുടെ ഉയരം 1.75 ഈക്വൽ ടു 71.03. അത് ഈക്വൽ ടു നമുക്ക് റൗണ്ട് ചെയ്ത് 71 മീറ്റർ എന്ന് എഴുതുന്നു. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഹില്ല് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ വേണം. അപ്പോൾ ഈ ആകെ ഹൈറ്റ് ഓഫ് ദ ഹില്ലിൻ്റെ ആ ഹൈറ്റിൽ നിന്നും ഈ ക്യു ആർ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ ഗ്രൗണ്ട് മുതൽ സി മുതൽ ബി വരെയുള്ള ഹൈറ്റാണ്. പക്ഷേ ഈ ആൾ ടവറിൻ്റെ മുകളിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ സി ഇ എന്നുള്ള ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 1.75 ആളുടെ ഉയരമുണ്ട്. അപ്പോൾ നമുക്ക് ഫിഗറിൽ ഒരു ഈ ഹൈറ്റും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഇ ഉണ്ട്. നമുക്കിവിടെ ഈ എഫ് എന്നൊരു പേര് കൊടുക്കാം. അപ്പോൾ ഈ ഹൈറ്റ് 1.75 ആണ്. അപ്പോൾ നമുക്ക് സി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യു ആർ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിനകത്തും ക്യു ആർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആംഗിൾ ബി 50 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ടാൻ എടുക്കാം. ടാൻ 50 ഡിഗ്രി ഈക്വൽ ടു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ ഡിവൈഡഡ് ബൈ ബി ആർ. അപ്പോൾ ടാൻ 50 ഡിഗ്രിയുടെ വാല്യൂ
1.1918 equal to QR divided by BR, the value 40 meter, 40. അപ്പോൾ 1.1918 into 40 equal to QR ആണ്. അപ്പോൾ QR equal to അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 47.67 മീറ്റർ എന്ന് കിട്ടും. ഇത് QR-ൻ്റെ ലെന്താണ്. ഇവിടെ ഇപ്പോൾ ഈ CE എന്ന് പറയുന്നത് ആണ് ടവറിൻ്റെ ഹൈറ്റ്. ആ ടവറിൻ്റെ മുകളിൽ നിന്നും ഈ നോക്കുന്നയാൾ ഈ ഇയിൽ നിന്നും ബി വരെയുള്ള ഉയരം, ഈ ഹൈറ്റ് അയാളുടെ ഹൈറ്റാണ്. അതുകൊണ്ട് കുറച്ചാൽ മാത്രമേ ടവറിൻ്റെ ഹൈറ്റ് മാത്രമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ CE എന്ന് പറയുന്നത് DF എന്ന് പറയുന്നതാണ് ടവറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ നമുക്ക് ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന DQയിൽ നിന്നും ഈ QF കുറച്ചാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം QF കണ്ടുപിടിക്കാം. QR നമുക്ക് കിട്ടി. ഇനി QF ഈക്വൽ ടു 47.67 പ്ലസ് 1.75, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെന്ത് എടുക്കും. ഈക്വൽ ടു അത് 49.42 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് CE ആണ് ടവറിൻ്റെ ഹൈറ്റ്. ആളുടെ ഹൈറ്റ് ഒഴിവാക്കി ടവറിൻ്റെ മാത്രം ഹൈറ്റ്. അപ്പോൾ CE ഈക്വൽ ടു ഈ CE തന്നെയാണ് ഈ DF എന്ന് പറയുന്ന ഹൈറ്റ്. DF ഈക്വൽ ടു അത് ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്നും, ഹില്ലിൻ്റെ ഹൈറ്റിൽ നിന്നും ഈ QF കുറയ്ക്കുന്നതാണ്. അപ്പോൾ 71 മൈനസ് QF ആണ്. ഈക്വൽ ടു അത് 71 മൈനസ് 49.42 കുറയ്ക്കാം. ഈക്വൽ ടു 21.58 മീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു 21.58 മീറ്റർ എന്ന് നമുക്ക് കിട്ടും.